രൗദ്രതാണ്ഡവം. രചന അവതരണം നന്ദു കൃഷ്ണ. വംശീയം. ധാത്രിയുടെയും വംശിയുടെയും ഇന്നലകളിലൂടെ ഒരു യാത്ര. അമ്മയുടെ കൈയും പിടിച്ച് വൈകുണ്ഠം എന്ന കോട്ടയിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ 12 വയസ്സാണ് തനിക്ക്. ശരിക്കും പറഞ്ഞാൽ തന്റെ പിറന്നാളായിരുന്നു ഇങ്ങോട്ടൊരു പറിച്ചുനടൽ നടത്തിയത്. അമ്മയും അച്ഛനും താനും അടങ്ങുന്ന കുടുംബം തനിക്കൊരു സ്വർഗമായിരുന്നെങ്കിലും ഒരിക്കലും അമ്മയ്ക്ക് അങ്ങനെയല്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. അതൊരു തോന്നൽ മാത്രമല്ല, സത്യമാണെന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടത് അച്ഛൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ്. തന്റെ മുന്നിൽ വെച്ച് അങ്ങനെ വഴക്കും ബഹളവും ഒന്നും ഇല്ലായിരുന്നെങ്കിലും കൂട്ടുകാരുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹം ഒരിക്കലും തന്റെ അച്ഛനും അമ്മയിലും ഇല്ലെന്ന് താൻ പണ്ടേ ശ്രദ്ധിച്ച കാര്യമായിരുന്നു. തനിക്ക് 11 വയസ്സ് തികയുന്നതിന്റെ തലേന്ന് മോൾക്ക് പട്ടുപാവാടയും ബ്ലൗസും കേക്കും ചോക്ലേറ്റും ഒക്കെ വാങ്ങി വരാമെന്ന് പറഞ്ഞുപോയ അച്ഛൻ തിരിച്ചെത്തുന്നത് വെള്ള പുതച്ചാണ്. ലോഡിംഗ് തൊഴിലാളിയായ അച്ഛൻ എന്തോ എടുത്തപ്പോൾ ഭാരമുള്ള സാധനം വന്ന് വീണത് തലയിലേക്കായിരുന്നു. അവിടുന്ന് രക്തം തുപ്പിയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. പോകും വഴിക്ക് തന്നെ അച്ഛൻ മരിച്ച് ഏകദേശം 6 മാസം കഴിഞ്ഞതും അമ്മയെ കാണാൻ വേണ്ടി ഒരാൾ ഇടയ്ക്കിടെ വീട്ടിൽ വന്നു തുടങ്ങി. നാടും നാട്ടാരും ഒക്കെ കൂടി ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അമ്മമ്മയായിട്ട് അമ്മയ്ക്ക് അയാളുമായിട്ടുള്ള വിവാഹം നടത്തിക്കൊടുത്തു. പിന്നെപ്പോഴോ അരികിൽ നിന്നൊക്കെ കേട്ടു അമ്മയുടെ കല്യാണത്തിന് മുന്നേ അമ്മയ്ക്ക് അയാളെ ഇഷ്ടമായിരുന്നു. അപ്പൂപ്പന്റെ നിർബന്ധപ്രകാരമായിരുന്നു പോലും അമ്മ അച്ഛനെ കെട്ടിയത്. കല്യാണം കഴിഞ്ഞിട്ടും അമ്മയ്ക്ക് അദ്ദേഹത്തെ മറക്കാൻ പറ്റാത്തതുകൊണ്ടായിരുന്നു അച്ഛന്റെ കൂടെ സ്നേഹത്തോടെ ജീവിക്കാൻ പറ്റാത്തതും അച്ഛൻ അമ്മയിൽ നിന്ന് അകന്നത് കണ്ടതും. അമ്മയെ കല്യാണം കഴിച്ച് തന്റെ പുതിയ അച്ഛൻ വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ആദ്യ ഭാര്യയുടെ മകനും തന്നെക്കാൾ 3-4 വയസ്സ് മൂപ്പുള്ളൊരു ചെറുക്കനും ഉണ്ടായിരുന്നു. തന്റെ അച്ഛൻ വേണുവിനെ പോലെ ആയിരുന്നില്ല അമ്മയുടെ പുതിയ ഭർത്താവായ ശശിധരൻ എന്ന് അയാൾ വീട്ടിൽ വന്ന് കുറച്ചു ദിവസം കൊണ്ട് തന്നെ മനസ്സിലായി. മകനായ വരുണിനും ഏതാണ്ട് അതുപോലെ വൃത്തികെട്ട സ്വഭാവം തന്നെയായിരുന്നു. ആവശ്യമില്ലാത്ത തൊട്ടും തലോടിയുമുള്ള അച്ഛന്റെയും മകന്റെയും സംസാരം പലപ്പോഴും തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതൊക്കെ അമ്മയോട് പറയുമ്പോൾ അച്ഛന്റെയും ജ്യേഷ്ഠന്റെയും സ്നേഹമാണെന്ന് കാണിച്ച് അമ്മ പലപ്പോഴും തന്റെ വായ അടപ്പിച്ചു. കാരണം അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അയാളെ. അന്ന് വരെ അമ്മയ്ക്കിടെ ലോകത്തിൽ ഏറ്റവും അധികം ഇഷ്ടം തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല തനിക്ക് മുകളിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ. പേടിച്ചും ഭയന്നും ഉറങ്ങാൻ പോലും കഴിയാതെ കഴിച്ചുകൂട്ടിയ കാലങ്ങൾ. അവസാനം അമ്മമ്മ തന്നെ കാണാൻ വന്ന ദിവസം അമ്മമ്മയുടെ കാല് പിടിച്ച് കരഞ്ഞു, അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഒരു നിമിഷം പോലും അമ്മമ്മ തന്നെ അവിടെ നിർത്തിയില്ല, കൈയോടെ കൂട്ടിക്കൊണ്ടുവന്നു. അമ്മമ്മ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഈ വലിയ തറവാട്ടിലേക്ക്, അതും ഒരു പിറന്നാൾ ദിനത്തിൽ. പോയ പിറന്നാളിന് അച്ഛനെയാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ഈ പിറന്നാളിന് അമ്മയാണ് തനിക്ക് നഷ്ടപ്പെട്ടത്. ഇവിടെ കൊണ്ടുവന്ന് 8ാം ക്ലാസ്സിൽ സാധാരണ കുട്ടികൾ പോകുന്ന ഗവൺമെന്റ് സ്കൂളിൽ അമ്മമ്മ തന്നെ ആക്കി. അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് ഈ വൈകുണ്ഠം തറവാടായിരുന്നു തനിക്കെല്ലാം. വീട്ടുവളപ്പിന്റെ തൊട്ടിപ്പുറത്ത് ചെറിയൊരു അറപ്പുര പോലെയുള്ള ഭാഗത്തായിരുന്നു ആ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീകളെല്ലാം കഴിഞ്ഞുകൊണ്ടിരുന്നത്. പുരുഷന്മാർക്ക് വേറെയും. അതിൽ പലരും വീട്ടിൽ പോയി വരുന്നവരാണെങ്കിലും താനും അമ്മമ്മയുമായിരുന്നു അവിടെ സ്ഥിരം. രാവും പകലും അവിടെ ഉള്ളത് കൊണ്ടാവാം ദേവമ്മയ്ക്ക് അമ്മമ്മയും തന്നെയും കഴിഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ മറ്റാരും. വൈകുണ്ഠം തറവാട് അതിങ്ങനെ ഏക്കർ കണക്കിന് പരന്നു കിടക്കുകയാണ്. അവിടുത്തെ കാരണവർ പരമേശ്വരൻ നായർ, അദ്ദേഹത്തിന്റെ ഭാര്യ ദേവകി, ഒരേ ഒരു മകൻ വംശിവർദ്ധൻ വൈകുണ്ഠം. ആദ്യം ദൈവമേന്ന് ഈ പേര് കേൾക്കുമ്പോൾ ഉള്ളിലാകെ മിന്നൽ പിണ്ടർ പോലെ എന്തോ ഒന്നാണ് ഉണ്ടായത്. അറിയില്ല കാരണം എന്താണെന്ന്. ഞാൻ വരുന്നതിന് 2-3 ദിവസം മുന്നെയാണ് ഊട്ടിയിലെ ബോർഡിങ്ങിൽ നിന്നും അവിടുത്തെ സാറ് ആ ചേട്ടനെ അമേരിക്കയിൽ എവിടെയോ കൊണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ താൻ അദ്ദേഹത്തെ കണ്ടിരുന്നില്ല. പിന്നെ അങ്ങോട്ട് സ്കൂളിൽ പോകുന്ന നേരം ഒഴിച്ചാൽ ഫുൾ ടൈം അമ്മയ്ക്കൊപ്പമായിരുന്നു. തന്റെ സാന്നിധ്യം ഒരു പരിഹാരം പോലെ മകന്റെ ഓർമ്മയിൽ നിന്നും ആ അമ്മയെ മാറ്റിയെന്ന് പലപ്പോഴും അമ്മ തന്നെ പറഞ്ഞു കേൾക്കാറുണ്ട്. പിന്നെ എപ്പോഴൊക്കെയോ അമ്മ സങ്കടം പറയുന്നതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടെ കേട്ടു, മകന് അമ്മയാണ് കൂടുതൽ ഇഷ്ടം എന്ന് കരുതി അച്ഛൻ മനഃപൂർവ്വം അവിടെ നിന്ന് മാറ്റിയതാണെന്ന് മകനെ. ചേടാ, അച്ഛനെയാണെങ്കിലും അമ്മയാണെങ്കിലും ഇഷ്ടക്കൂടുതലുണ്ടെന്ന് പറഞ്ഞ് അടുത്തുനിന്ന് തന്നെ അങ്ങ് മാറ്റുമോ എന്ന് അന്നത്തെ കാലത്ത് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ സാറിനെ അറിഞ്ഞു തുടങ്ങിയപ്പോൾ മനസ്സിലായി ആൾ ഇതല്ല ഇതിനപ്പുറവും ചെയ്യുമെന്ന്. ഇതിനിടയിൽ എപ്പോഴോ ആണ് ഒരിക്കൽ ദൈവമ്മയുടെ വകയിലെ ഒരു ബന്ധുവായ പാർത്ഥേട്ടൻ വീട്ടിൽ വന്നു തുടങ്ങിയത്. കണ്ട അന്നു മുതൽ ഏട്ടന് താൻ അനിയത്തിക്കുട്ടിയാണ്. ഒരിക്കൽ കാര്യം പറയുന്നതിനിടയിലാണ് പറഞ്ഞത് ദേവിയമ്മയുടെ മകന്റെ ചങ്കും കരളുമായ സുഹൃത്താണ് ഏട്ടനെന്ന്. അതും ഒരു കാരണമായിരുന്നു ഇവിടുത്തെ ഏട്ടനെ നാടുകടത്തി പറഞ്ഞുവിടാൻ.
അന്ന് ഒരു കഥ കേൾക്കുന്ന കൗതുകത്തോടെ തിരിച്ചു ചോദിച്ചിരുന്നു, ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ത്രിമൂർത്തികൾ ആകുമായിരുന്നില്ലേ എന്ന്. അപ്പു പറഞ്ഞു, ഒരാളും കൂടി ഉണ്ടെന്ന്. പേര് അഗസ്ത്യ എന്നാണെന്ന്. ഇവിടുത്തെ അച്ഛനെ മുഖതാവിൽ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണെന്ന് പോലും ഇടയ്ക്ക് ദൈവമ്മയെ മാത്രം കാണാൻ വേണ്ടി വരുന്നതെന്ന്. അന്നു മുതൽ ഇടയ്ക്കിടെ പാർത്ഥേട്ടൻ വരും. അപ്പോഴൊക്കെ കേൾക്കാം കൂട്ടുകാരനെ പറ്റിയുള്ള 1000 കഥകൾ. അതിൽ ഏട്ടൻ എന്നും പറയാനുണ്ടായിരുന്നത് ആളുടെ ദേഷ്യവും വാശിയെപ്പറ്റിയും തന്നെയായിരുന്നു. കേട്ട് കേട്ട് കൗതുകമേറിയപ്പോൾ അത്രയ്ക്കും ആഗ്രഹം തോന്നിട്ട് ഒരിക്കൽ പാർത്ഥേട്ടനോട് ചോദിച്ചത് ആളെ ഒന്ന് കാണിച്ചു തരാമോ എന്നാ. അപ്പൊ കിട്ടിയ ഉത്തരം ബഹുരസാണ്. എന്നെങ്കിലും ആളായിട്ട് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ കണ്ട് ഞെട്ടിയാൽ മതിയെന്ന്. അതിനൊപ്പം ഒരു കളിയാക്കിച്ചിരി കൂടി വന്നപ്പോൾ പാർത്ഥേട്ടനൊപ്പം കൂടിയ താൻ ദൈവമ്മയോട് വന്ന് പിണങ്ങി. ആളെ തനിക്കിനി കാണുകയേ വേണ്ട എന്നൊക്കെ കയറി പറഞ്ഞു. കാലങ്ങൾ ആർക്കു വേണ്ടിയും കാത്തുനിന്നില്ല. ഇതിനിടയിൽ തന്റെ 10ാം ക്ലാസ്സും +2 എല്ലാം കഴിഞ്ഞു. ആ വർഷങ്ങളിൽ ഒരിക്കലും മറ്റോ ദൈവമ്മയുടെ കുടുംബ വീട്ടിലെ ഉത്സവത്തിന് അമ്മയുടെ മോൻ വന്നുപോയി എന്ന് കേട്ടു. താൻ ആ സമയം അമ്മയെ കാണാൻ വേണ്ടി അവിടെയായിരുന്നു. അന്ന് ദൈവമ്മയുടെ മോനെ കാണാൻ പറ്റാത്തതിന്റെ സങ്കടം വല്ലാതെ തോന്നിയിരുന്നു. പിന്നെ ആലോചിച്ചു, സ്വന്തം അമ്മയെപ്പോലും തികച്ചു കാണാതിടത്ത് തനിക്കെന്തിനാ വിഷമമെന്ന്. +2 നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ പോലും ഇനി പഠിക്കാനൊന്നും പോണ്ട, തിരിച്ച് വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞ് അമ്മ ഭയങ്കര ബഹളം വെച്ചപ്പോൾ ഡിഗ്രി കൂടി ഇവിടെ എടുക്കാൻ ദൈവമ്മയാണ് അമ്മമ്മയോട് പറഞ്ഞത്. ഒരു വഴക്കും പ്രശ്നവും വേണ്ടെന്ന് കരുതി അമ്മയ്ക്കരികിലേക്ക് പോകാം എന്ന് തീരുമാനിച്ചപ്പോഴാണ് അമ്മമ്മ അത് പറയുന്നത്. അമ്മയുടെ പുതിയ ഭർത്താവിന് താൻ ഇനിയും പഠിക്കാൻ പോകുന്നതിനോട് താല്പര്യമില്ല, അതുകൊണ്ടാണ് അമ്മ തന്നോട് അങ്ങനെ പറഞ്ഞതെന്ന്. കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. അമ്മയ്ക്ക് ഇപ്പോഴും മകളെക്കാളും ഇഷ്ടം അദ്ദേഹത്തെ ആണല്ലോ എന്ന് ആലോചിച്ചു. പിന്നെ അമ്മമ്മ പറഞ്ഞിട്ടോ ദൈവം പറഞ്ഞിട്ടോ എന്നറിയില്ല, തന്നെ ഇവിടെ നിന്ന് പഠിപ്പിക്കാൻ സമ്മതിച്ചു. അങ്ങനെ പാർത്ഥേട്ടനാണ് ഒപ്പം കൊണ്ടുപോയി ബികോമിന് ചേർത്തത്. പഠിച്ചിറങ്ങിയാൽ തന്നെ എന്തെങ്കിലും ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ബികോം തന്നെ എടുത്തത്. പിന്നെ 2 കൊല്ലങ്ങൾ. താൻ ഡിഗ്രി ഫൈനൽ ഇയർ. അന്നാണ് താൻ ആദ്യമായി ദൈവമ്മയുടെ മകനെ കാണുന്നത്. അത്രയും ദേഷ്യത്തിൽ. അന്നൊരു ദീപാവലി ദിവസമായിരുന്നു. സാധാരണ ഇങ്ങനെയുള്ള ദീപാവലി ദിവസങ്ങളിൽ മധുരം എന്തെങ്കിലും ഉണ്ടാക്കും. വൈകുന്നേരത്തെ കാർത്തിക വിളക്ക് പോലെ അല്ലെങ്കിൽ നിറയെ വിളക്കുകൾ കത്തിക്കും. പിന്നെ താനിടുന്ന ചെറിയൊരു കോലവും. ഇത്രയുമൊക്കെ ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഈ വർഷം അതൊന്നുമല്ലാത്ത പോലെയായിരുന്നു. ഈ വർഷത്തെ ദീപാവലി ഏറ്റവും ഭംഗിയായി ആഘോഷിക്കണമെന്ന് ഏതാണ്ട് നിർബന്ധം പോലെയായിരുന്നു ദേവമ്മയിൽ ആദ്യം മുതൽ. കാര്യം എന്താണെന്ന് കുറെ ആലോചിച്ചതും കിട്ടാഞ്ഞിട്ടാണ് പോയി ചോദിച്ചത്. അപ്പോഴാണ് അറിയുന്നത് പരമേശ്വരൻ സാർ ഇവിടെ കാണില്ലെന്ന്. അന്ന് മാത്രമല്ല, പിന്നങ്ങോട്ട് 10-20 ദിവസം കഴിഞ്ഞേ ആള് വരികയുള്ളൂ എന്നൊക്കെ. സാധാരണ വിശേഷ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം വീട്ടിലുണ്ടാവും. അടുക്കളയിൽ ഉണ്ടാകുന്ന വിഭവങ്ങൾ മുതൽ പുറത്ത് അലങ്കരിക്കാനിടുന്ന കുരുത്തോല വരെ അദ്ദേഹത്തിന് മാത്രം ഇഷ്ടമാകും. അതെല്ലാം അനുസരിക്കുന്ന ഒരു സേവിക എന്നതിലപ്പുറം ദൈവമ്മയ്ക്ക് അവിടെ മറ്റൊരു റോളും ഉണ്ടാകാറില്ല. കാലങ്ങളായി കണ്ടുവരുന്ന രീതിയാണത്. അതിനൊരു മാറ്റം, അതും ഇത്രയും വർഷങ്ങളിൽ ആദ്യമായി. അമ്മയ്ക്കൊപ്പം തന്നെ സന്തോഷമായിരുന്നു തനിക്കും പാർത്ഥേട്ടനും ആ വീട്ടിലുള്ളവർക്കും. എന്തിനേറെ, അന്ന് ഉദിച്ചുയർന്ന സൂര്യന്റെ പോലും പ്രത്യേക ഒരു പ്രഭയായിരുന്നു. പതിവിലും ഏറെ ജോലികൾ ഉണ്ടായിരുന്നിട്ടും ആരും ക്ഷീണമറിയാതെയാണ് അന്ന് പണിയെടുത്തത്. അങ്ങനെ വൈകുന്നേരം വിളക്ക് വെച്ചിട്ട് പുറത്തെ വിളക്ക് ഓരോന്നായി കത്തിക്കുകയായിരുന്നു താനും അമ്മയും പാർത്ഥേട്ടനും അവിടെയുള്ളവരുമെല്ലാം. ആ നേരത്താണ് ഒരു കാറ് ഇടിച്ചു പറത്തി കാറ്റുപോലെ തറവാട്ടിന് മുന്നിലേക്ക് വന്ന് കയറിയത്. അതിന്റെ സ്പീഡും ബ്രേക്കില്ലാത്ത വരവും ഒക്കെ കണ്ടപ്പോൾ തന്നെ താൻ ഉറപ്പിച്ചു, അത് മിക്കവാറും തന്റെ നെഞ്ചിൽ തന്നെ വന്ന് നിൽക്കുള്ളൂ എന്ന്. മുന്നിലേക്ക് വരുന്നതിന്റെ സ്പീഡ് കണ്ടതും ഒരു നിമിഷം ഹൃദയം ഇടിക്കാൻ പോലും മറന്നുപോയി. ചുറ്റുമുയർന്ന പൊടിപടലങ്ങളിൽ നിന്നാണ് വണ്ടി വല്ലാത്തൊരു ശബ്ദത്തിലാണ് ബ്രേക്കിട്ട് നിർത്തിയതെന്നും അതിൽ നിന്നിറങ്ങിയ ആള് തന്റെ നേരെ ദേഷ്യത്തോടെ വരികയാണെന്നും ഒക്കെ അവള് കണ്ടത്. കാഴ്ചയെ മറിച്ച് ചുറ്റും ഉയർന്നു നിൽക്കുന്ന പൊടിമറകളെ ഭേദിച്ച് മുന്നിലേക്ക് വന്ന് നിൽക്കുന്നതിനെ കണ്ടതും ശരിക്കും ഭയന്നുപോയി. എന്റെ കൈയും കൊണ്ട് ചാകാൻ വേണ്ടി തന്നെയാണോടി പുല്ലേ നീ വണ്ടി കണ്ടിട്ട് മാറാൻ നിന്നത്? അട്ടഹസിക്കുന്ന പോലെയുള്ള ശബ്ദം ആളെ കാണുന്നതിന് മുന്നേ തന്റെ ചെവിയിലേക്ക് നുഴഞ്ഞു കയറി. ഇത്ര നേരമെടുത്തു കാഴ്ച വ്യക്തമായതും അവൾ കണ്ടു, തന്നെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യത്തോടെ മുന്നിൽ നിൽക്കുന്നവനെ. മുഖം ആകെ വലിഞ്ഞു മുറുകി, ഞരമ്പുകൾ എഴുന്നു, കണ്ണൊക്കെ ചുവപ്പിച്ച് 6 അടിക്ക് മുകളിലുള്ള ഒരു രാക്ഷസരൂപം. ശരിക്കും പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ അങ്ങനെയാ തോന്നിയത്. ചോദിച്ചത് കേട്ടില്ലേടി നീ? വണ്ടി വരുന്നത് കണ്ടിട്ട് മാറാതെ നീ എന്താലോചിച്ചോണ്ട് നിൽക്കുകയായിരുന്നു? എന്തടി, നിന്റെ വായിൽ നാവില്ലേ? അടുപ്പിച്ചടുപ്പിച്ചുള്ള ഇത്രയും എടി എന്നുള്ള വിളി കേട്ടതും അവൾക്കും ദേഷ്യം വന്നു തുടങ്ങി. എടി, ദേ
എനിക്ക് ദേഷ്യം വരണുണ്ട് കേട്ടാ. എനിക്ക് നാവുണ്ടോ ചെവിയുണ്ടോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് ഇയാള് പറഞ്ഞേ, നിങ്ങളുടെ ഈ കപ്പളങ്ങ പോലെയുള്ള മുഖത്ത് മത്തങ്ങ വലുപ്പത്തിലുള്ള 2 കണ്ണുണ്ടായിരുന്നില്ലേ? അത് വെച്ച് കണ്ടിരുന്നില്ലേ ഞാനിവിടെ നിൽക്കുന്നത്? പെണ്ണിന് നല്ലോണം കലി വരാൻ തുടങ്ങിയിരുന്നു. എടി, ഇയാളിത് ആരാണ്? വായിക്ക് 40 തവണ എന്നെ എടി പൊടിന്ന് വിളിക്കാൻ? താൻ വരച്ച കോലം പോയതിലും അധികം സങ്കടമായിരുന്നു കത്തിച്ചു വെച്ച വിളക്കുകൾ അത്രയും കാറിന്റെ അടിയിൽ എരിഞ്ഞമർന്ന് പൊടിഞ്ഞു പോയത്. ഞാൻ ആരാണെന്ന് നിനക്കറിയണോടി? കാറ്റുപോലെയാണ് അവൻ അവൾക്കരികിലേക്ക് എത്തിയത്. എന്നിട്ട് അവളുടെ കൈത്തൊടിയിൽ പിടിച്ചമർത്തിയവൻ തനിക്കരികിലേക്ക് വലിച്ചു നിർത്തി. ഇന്ന് വരെ കാണാത്തൊരാൾ, എന്നിട്ടും തന്റെ ദേഹത്ത് കൈവച്ചിരിക്കുന്നു. മഹാലക്ഷ്മി ഭദ്രയാവാൻ പിന്നെ നേരമൊന്നും വേണ്ടി വന്നില്ല. അവള് ഇടതുകൈ വലിച്ച് വീശി അവനെ തല്ലാൻ തുടങ്ങി. അതൊന്നും അവന്റെ രോമത്തിൽ പോലും മേശിയില്ലെങ്കിലും ഇത്തിരിയില്ലാത്തൊരു കുഞ്ഞു പെണ്ണ് അവന്റെ കൈനേരെ കൈപൊക്കി എന്നുള്ള ചിന്ത പോലും അവനെ ദേഷ്യം കൊള്ളിച്ചു. എന്നെ തല്ലാൻ ആരാടി നീ? ഒറ്റ കറക്കിന് അവളുടെ 2 കൈയും പിൻഭാഗത്തേക്ക് അമർത്തി പിടിച്ച് അവളെ ദേഹത്തേക്ക് അമർത്തിയതും അവന്റെ ഇരുമ്പ് പോലെയുള്ള കൈകളുടെ ഇടയിൽപ്പെട്ട് പെണ്ണിന് വേദന സഹിക്കാൻ വയ്യാതെ അവൾ അലറിക്കരഞ്ഞുപോയി. ഇതിനിടയിൽ അവിടെ നിന്ന ജോലിക്കാരിൽ 1-2 പേരൊക്കെ അവനെ തള്ളിമാറ്റാൻ ശ്രമിച്ചെങ്കിലും ആർക്കും അവന്റെ രോമത്തിൽ പോലും പിടിക്കാൻ കഴിഞ്ഞില്ല. ആ നേരത്താണ് എന്തോ ആവശ്യത്തിനായി പുറത്തേക്ക് പോയ പാർത്ഥനും ദൈവമ്മയും തിരിച്ചെത്തുന്നത്. വണ്ടി നിർത്തിയപാടെ പാർത്ഥൻ കാണുന്നത് ഈ കാഴ്ചയാണ്. ശരിക്കും പറഞ്ഞാൽ മുന്നിൽ കാണുന്ന കാഴ്ചയിൽ അവൻ ഞെട്ടിത്തീർന്നു എന്ന് പറയുന്നതാവും സത്യം. പാർത്ഥ, അത് അവന്റെ കൈ തട്ടി ദൈവമ്മ വിളിച്ചതും പാർത്ഥൻ കാറിൽ നിന്നിറങ്ങി അവർക്കടുത്തേക്ക് ഓടി. എടാ എടാ വിടാൻ, എടാ നിന്നോടാ വിടാൻ പറഞ്ഞേ. എടാ, നീ ഇപ്പൊ വിട്ടില്ലെങ്കിൽ ആ പെൺകൊച്ചു ശ്വാസം വിട്ടാൽ ചത്തുപോകും. പ്ലീസ് വിടടാ. ചാവട്ടെ. വംശിയെ തല്ലാനായി കൈ ഉയർത്തിയുള്ളല്ലേ, അപ്പൊ പിന്നെ ഇവൾ ചാവുന്നത് തന്നെയാണ് നല്ലത്. ചെവിക്കരികിൽ കേട്ട ആ ഒരു മുരളിച്ചയിൽ തന്റെ മനസ്സ് കേട്ടത് ഒരൊറ്റ വാക്കാണ്, വംശി. അപ്പൊ ഇതാണോ മഹാദേവ? വംശി, അമ്മ പറയുന്നത് കേക്കുമോനെ, ആ കൊച്ചിനെ വിടടാ നീ. ദൈവമ്മ കൂടി പറഞ്ഞതും ആ കൈ മെല്ലെ അയഞ്ഞു. പക്ഷെ ആ നേരത്ത് വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി സിദ്ധി. ഇതാണോ താൻ കാണാൻ ഇത്രയും ആഗ്രഹിച്ചു നിന്ന ആൾ? അപ്പൊ തന്നെ ഈ കൈക്കോടിനുള്ളിലേക്ക് അമർത്തി പിടിച്ചു വെച്ചിരിക്കുന്നത് ദൈവമ്മയുടെ മകൻ പാർത്ഥിയേട്ടൻ രാവ് വെളുക്കും തോറും പറയുന്ന വൈകുണ്ഠത്തിൽ വംശിയാണോ? ഇത്രയും വെട്ടമുള്ള വീട്ടിൽ വൈകുണ്ഠത്തിലെ ഝാൻസി റാണി ഒളിച്ച് ഈ ഇരുട്ടത്ത് വന്നിരിക്കുകയാണോ? ഇത്തിരി കളിയാക്കലോടെ പാർത്ഥൻ വന്ന് അവൾക്കരികിലേക്ക് ഇരുന്നു. ദേ പാർത്ഥേട്ടാ, നിക്ക് എന്നെ തന്നെ പിടിക്കാണ്ടിരിക്കുക. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരല്ലേട്ടോ. പെണ്ണ് വാശി കാണിച്ച് അടുക്കളയുടെ പിന്നിലെ വരാന്തയിലേക്ക് ഒന്നും കൂടി ഒതുങ്ങിയിരുന്നു. അതിപ്പോ എന്തിനാവോ ഏട്ടന്റെ കുട്ടിക്ക് പെട്ടെന്നൊരു ദേഷ്യം? ചോദിക്കുന്നതിനൊപ്പം തന്നെ വംശി മുറുകെ പിടിച്ച കൈവെള്ള അവനെ നേരെ കൊണ്ടുവന്ന് നിവർത്തി പാർത്ഥൻ. വല്ലാതെ നോവുന്നോടി. നോവാണ്ടിരിക്കാൻ നിങ്ങളുടെ കൂട്ടുകാരൻ എന്റെ തലോടല്ല ചെയ്തേ, ആ ഇരുമ്പ് കൈ കൊണ്ട് അമർത്തി പിടിക്കായിരുന്നു. കണ്ടില്ലായിരുന്നോ? സങ്കടവും ദേഷ്യം ഒരുപോലെ വന്നിട്ട് പെണ്ണ് പാർത്ഥനോട് അടുക്കാൻ കൂട്ടാക്കിയില്ല. അവനെ പറ്റി ഞാൻ നിറയെ പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ സിദ്ധി. ദേഷ്യം മാത്രമാണ് അവന്റെ സ്ഥായി ഭാവം എന്ന് 1000 തവണ ഈ ഉണ്ണിത്തലയിലേക്ക് കേറാൻ വേണ്ടി പറഞ്ഞിട്ടില്ലേ ഞാൻ? എന്നിട്ട് അതൊക്കെ കാറ്റുപോലെ പറത്തി കൃത്യം അവന് മുന്നിലേക്ക് പോയി പെട്ടിരിക്കുന്നു. പെട്ടതോ പോട്ടെ, അവനെ ദേഷ്യം പിടിപ്പിച്ച് കൊല്ലാൻ പാകത്തിനുള്ളതൊക്കെ ഉണ്ടാക്കി വെക്കുകയും ചെയ്തു. അവളുടെ കൈ ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് പാർത്ഥൻ ആ മുഖത്തേക്ക് നോക്കി. അതിപ്പോ ഞാൻ അറിഞ്ഞോണ്ട് ചെയ്താണോ പാർത്ഥേട്ടാ? അല്ലല്ലോ. ഈ കഷ്ടപ്പെട്ട് കത്തിച്ചു വെച്ച വിളക്കിന് മുകളിലൂടെ ഒരാൾ കാറ് കെട്ടി കൊണ്ടുപോകാന്ന് വെച്ചാ നമുക്ക് ദേഷ്യം വരില്ലേ? അത് ചോദിക്കാൻ നിന്നപ്പോ അങ്ങേർക്ക് 100 ന്യായം. അതും പോരാതെ ആളുടെ മടിയിലിട്ട് പേരിട്ട പോലെ 1000 തവണ എടി എടിയെന്ന് വിളിക്കണത്. എനിക്കാകെ അങ്ങ് ദേഷ്യം വന്നു. അതാ ഞാൻ. വാശിയിൽ പറഞ്ഞു വന്നവളുടെ ശബ്ദം അവസാനമായപ്പോഴേക്കും വല്ലാതെ താന്നു. എന്നിട്ടിപ്പോ എന്തായി? വന്ന് കയറിയപ്പോൾ തന്നെ വയറ് നിറച്ച് കിട്ടിയില്ലേ? ചെക്കൻ കയ്യിൽ മരുന്നിടം പതിയെ തലോടിക്കൊണ്ട് പുച്ഛിച്ചു. നോക്കിക്കോ, ഈ കിട്ടിയതൊക്കെ പലിശ ചേർത്ത് ഞാൻ തിരിച്ചു കൊടുത്തിരിക്കും. അങ്ങേർക്കെന്നെ അറിയില്ല. ഹൂവ്, അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്താലും മതി. അവൻ നിന്റെ പല്ലും നഖവും പോലും ബാക്കി വെക്കില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട സിദ്ധി, അവൻ ശാസിക്കും പോലെ പറഞ്ഞു. അതെ, പാർത്ഥേണ്ണ ആ പുള്ളിയെ പേടിയായിട്ടാണ്. എനിക്കേ ആ രാവണത്തെ ഇത്തിരി കൂടി പേടിയില്ല. നോക്കിക്കോ, ഞാൻ വെച്ചിട്ടുണ്ട്. അവനെ നോക്കി പിണങ്ങിക്കൊണ്ട് അവൾ വരാന്തപ്പടിയിൽ നിന്നും എഴുന്നേറ്റു. രാവണോ? എടി എന്നെ അഗ്നിയും പോലെ അവന് നിനക്ക് ഏട്ടനാണ്.
വേണ്ടായേ. പാർത്ഥേന്റെ ആ കൂട്ടുകാരൻ അഗ്നിയെ പോലും എനിക്ക് ശരിക്കും പിടിക്കണില്ല. അപ്പോഴാണ് അങ്ങയുടെ മൂത്താപ്പയ്ക്ക് ക്ലാസ് എടുക്കാൻ പോയ ഈ രാക്ഷസൻ. എനിക്കേ ആള് രാവണനാണ്, രാവണൻ മാത്രം. സിദ്ധി, വേണ്ടായേ. നീ കണ്ടിട്ടുള്ള ആൺപിള്ളേരെ പോലൊന്നുമല്ല വംശി. അവന് ദേഷ്യം വന്നാൽ പിന്നെ മുന്നിൽ നിൽക്കുന്നത് കണ്ണു കാണില്ല. അതുകൊണ്ട് വെറുതെ അവന് മുന്നിലേക്ക് പോയി ഓരോന്ന് ഇരുന്ന് വാങ്ങണ്ട. എനിക്കും അങ്ങനെ തന്നെ പറയാനുള്ളൂ. പാർത്ഥേട്ടൻ കൂട്ടുകാരനെ ശരിക്കും ഉപദേശിച്ചരെ. വെറുതെ എന്റെ മുന്നിൽ വന്ന് എന്റെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടെന്ന്. പിന്നെയും പാർത്ഥനെയും നോക്കി പരിഭവം പറഞ്ഞുകൊണ്ട് പെണ്ണകത്തേക്ക് കേറിപ്പോയി. പരമേശ്വരൻ നായർ ഇപ്പോൾ കുറച്ചായി വീട്ടിലില്ലാത്തതുകൊണ്ട് സിദ്ധിയും അമ്മയുമാണ് ഇപ്പോൾ ദൈവമ്മയ്ക്ക് കൂട്ടായി ഇവിടെ. അടുക്കളയിലേക്ക് കയറി വരുന്ന ദൈവമ്മ കാണുന്നത് കൈയും മുഴിഞ്ഞ് എന്തൊക്കെയോ പുറപുറത്ത് വരുന്നവളെയാണ്. നോക്കട്ടെ മോളെ, കയ്യിൽ നന്നായി പാട് വീണിട്ടുണ്ടല്ലോ. വേണ്ട, നോക്കണ്ട. ഇത്രയും നേരം എന്നെ നോക്കാതെ മോന്റെ കൂടെ അല്ലായിരുന്നോ? ഇനിയും അവിടെ തന്നെ കൂടിക്കോ. ആ രാവണൻ വരുന്നവരെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയ്ക്ക്. എന്നിട്ട് മോനെ കണ്ടപ്പോ ഞാൻ പുറത്തായി. പറയുന്ന ഒപ്പം തന്നെ പെണ്ണ് കരഞ്ഞു. സിദ്ധി, മോളെ, വേണ്ട. ദൈവമേ മിണ്ടണ്ട. പിന്നാലെ വരുന്ന പാർത്ഥനെ നോക്കിക്കൊണ്ട് അവള് പെട്ടെന്ന് താഴത്തെ മുറിയിലേക്ക് പോയി. പാർത്ഥ. ഒന്നുമില്ല ദൈവമേ, ഇതിപ്പോ വംശി ദേഷ്യപ്പെട്ടതിന്റെയും ശരീരം നോവിച്ചതിന്റെയും ഒക്കെയാണ്. എടാ, കൊച്ചിന് നന്നായി വേദനിച്ചിട്ടുണ്ടാവില്ലേ? പിന്നെ വേദനിക്കാതെ, ആ ഉരുക്ക് കൈകൊണ്ടല്ലേ അവൻ പിടിച്ചു വെച്ചത്. നേരത്തെ ഞാൻ വിലാസിനിയമ്മയുടെ കയ്യിൽ മരുന്ന് കൊടുത്ത് വിട്ടിരുന്നു. അത് ഇട്ടോ ആവോ? അതൊക്കെ ഇട്ടോന്ന് തോന്നുന്നു. ഇതിപ്പോ ആൾക്ക് നിറയെ സങ്കടാണ്. അവൻ വഴക്ക് പറഞ്ഞതിന്റെ ആവും അല്ലേ? അതുണ്ട്. അതിലും കൂടുതൽ ഇന്ന് ഉച്ചവരെ അമ്മയുടെ മുന്നിലും പിന്നിലുമായിട്ട് വാല് പോലെ നടക്കുകയല്ലായിരുന്നോ ആള്. ഇനിയിപ്പോ മോൻ വന്നതുകൊണ്ട് അമ്മ അവളെ കളഞ്ഞ് അങ്ങോട്ട് പോകും എന്നുള്ള സങ്കടമാ കൂടുതൽ. ഷെടാ, ഇതിനിടയ്ക്ക് ഇത്രയൊക്കെ ആലോചിച്ചു കൂട്ടിയോ ആ കുട്ടി? കൂട്ടാതിരിക്കുമോ? അവളെ നമുക്കറിയില്ലേ. ഇതിപ്പോ അവനോട് വലിയ യുദ്ധമൊക്കെ പ്രഖ്യാപിച്ചിട്ടാണ് പോയത്. രണ്ടും കൂടി എന്താവും എന്ന് കണ്ടറിയണം. എന്താവാനാണ്? അവന്റെ ദേഷ്യത്തിനും വാശിക്കും മുന്നിൽ ഇന്ന് വരെ ആരെങ്കിലും പിടിച്ചു നിന്നിട്ടുണ്ടോ പാർത്ഥ? ഇതിപ്പോ നിന്നെ കണക്കൊക്കെ അവൾ കണക്കൂട്ടി വെച്ചേക്കാവും വംശിയെ. ഭഗവാനെ, ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടി പിണങ്ങി ചെന്ന് അവൾ ചെക്കൻ്റെ അടുത്തൊന്നും വീണ്ടും വാങ്ങാതിരുന്നാൽ മതിയായിരുന്നു. ദേവമ്മ ആശങ്കയോടെ നോക്കി. ഈ പോക്കാ പോകുന്നെങ്കിൽ പെണ്ണ് അവന്റെ കൈകൊണ്ട് തീരുമെന്നാ ദൈവമേ എനിക്കും തോന്നുന്നത്. ഒരു നിശ്വാസത്തോടെ പാർത്ഥൻ പറയുമ്പോൾ തന്നെ നോവിച്ചവരെ മര്യാദ പഠിപ്പിക്കാനുള്ള മാർഗം തിരയുകയായിരുന്നു സിദ്ധി അവിടെ.